നമസ്കാരം. കഴിഞ്ഞ 1-2 മാസങ്ങൾ കേരളത്തിൽ നിന്ന് നിരവധി അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടി നിയമപരമായ നടപടികളിലേക്ക് അവരെ കൊണ്ടുവന്നിരുന്നു. ചില അനധികൃത കുടിയേറ്റക്കാർ ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള അന്വേഷണങ്ങളും ഒരു നടപടികളും നടക്കുന്നു എന്ന് കണ്ട് നാട് വിട്ടു പോവുകയും അതിൽ തന്നെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. പലരും ബംഗ്ലാദേശികൾ പശ്ചിമ ബംഗാൾ വഴി അനധികൃതമായി കുടിയേറി നമ്മുടെ രാജ്യത്തേക്ക് കടന്ന് കേരളത്തിലേക്കെത്തി, അത് പെരുമ്പാവൂരോ അല്ലെങ്കിൽ ഈരാറ്റുപേട്ടയോ പോലുള്ള സ്ഥലങ്ങളിലെത്തി അവിടെ നിന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായി ചിന്നിച്ചിതറി കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലൊരു പൗരൻ്റെ കയ്യിലുള്ള എല്ലാ രേഖകളും വ്യാജമായി ഉണ്ടാക്കി, അത് ആധാർ കാർഡാകട്ടെ, വോട്ടേഴ്സ് ID ആകട്ടെ, റേഷൻ കാർഡാകട്ടെ, അത്തരത്തിലുള്ള ഐഡികളെല്ലാം ഉണ്ടാക്കി നമ്മുടെ ഇടയിൽ തന്നെ വർഷങ്ങളായി താമസിക്കുന്ന പലരെയും പിടികൂടിയിരുന്നു. ചിലർ നാട് വിട്ടു പോയിരുന്നു. അതിൽ തന്നെ 19 വയസ്സുള്ള മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരെ പിടിയിലായിരുന്നു. വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളുടെ മാതാവും ഇതെല്ലാം ബംഗ്ലാദേശി പൗരന്മാരാണ് എന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു. ഇത്തരത്തിലുള്ള വ്യാപകമായൊരു ഓപ്പറേഷൻ തന്നെ കഴിഞ്ഞ 2 മാസങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നു വന്നിരുന്നു. എന്നാൽ പെട്ടെന്ന് ആ ഓപ്പറേഷൻ ഒന്ന് മന്ദീഭവിച്ചതുപോലെ അനുഭവപ്പെടുന്നു. ആ വിഷയമാണ് ഇന്ന് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാമെന്ന് കരുതിയത്. ഈ ഒരു മന്ദിപ്പ് പോലെ തോന്നുന്നത് ഒരുപക്ഷെ രണ്ട് കാരണങ്ങൾ കൊണ്ടാകാം. ഒന്ന്, വലിയൊരു ഓപ്പറേഷൻ ഈ ഓപ്പറേഷൻ്റെ അടുത്ത ഘട്ടം അന്വേഷണ സംഘം ആസൂത്രണം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ വളരെ നല്ലത്. കാരണം വ്യാപകമായിട്ടുള്ള ഒരേ സമയം പലരെയും, ഇപ്പോൾ 10 പേരെയാണ് ഒരുമിച്ച് പിടികൂടുന്നതെങ്കിൽ അടുത്തതൊരു 100 പേരെ പിടികൂടുക എന്നുള്ളത്. കാരണം അത്രത്തോളമുണ്ട് നമ്മുടെ ഇടയിൽ പടർന്നു കിടക്കുന്ന, രഹസ്യമായി നാം പോലും അറിയാതെ നമ്മുടെ ഇടയിൽ തങ്ങുന്ന ബംഗ്ലാദേശികൾ. പലരും ബംഗാളികളാണെന്നും ആസാം സ്വദേശികളാണെന്നുമൊക്കെ ഉള്ള പേരിൽ സലൂണുകളിൽ മുതൽ നമ്മുടെ വീട്ടിൽ പുറംപണിക്ക് വരുന്ന ബംഗാളികളെന്ന് നാം പൊതുവെ വിളിക്കുന്ന അതിഥി തൊഴിലാളികളെന്ന് വിളിക്കണമെന്ന് കാരണഭൂതൻ കൽപ്പന പുറപ്പെടുവിപ്പിച്ച ആളുകൾ, അവരിൽ പലരും ബംഗ്ലാദേശികളാണ് എന്ന് അടുത്ത കാലങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അവർ മാത്രമല്ല, അതിനുമൊക്കെ മുകളിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്ത് ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ച അതിസമ്പന്നർ വരെ ഇവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്കുള്ളിൽ നമുക്കറിയുവാൻ സാധിച്ചു. അവരിൽ പലരും അന്വേഷണ സംഘത്തിൻ്റെ പിടിയിലാവുകയും ചെയ്തു. ഞാൻ ഈ പറഞ്ഞതുപോലെ അന്വേഷണ സംഘം ഈ ഒരു ഓപ്പറേഷൻ്റെ അടുത്ത ഘട്ടം ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു നിശബ്ദത വരുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് അവിടെയാണ് രണ്ടാമത്തെ കാര്യം വരുന്നത്. പ്രാദേശികമായിട്ടുള്ള നിയമസഹായമില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകളുടെ മുന്നോട്ടുള്ള പോക്ക് പലപ്പോഴും പെട്ടെന്ന് ഇതിൻ്റെ തുടക്കം വളരെ എളുപ്പമായിരിക്കും. കാരണം മിന്നൽ വേഗത്തിൽ കേന്ദ്ര ഏജൻസികൾക്ക് ഒരു വല വിരിച്ച് ഒരുപാട് ആളുകളെ പിടികൂടാം. പക്ഷേ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഈ എലമെൻ്റ് ഓഫ് സർപ്രൈസ് എന്ന് പറഞ്ഞ കാര്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. പെട്ടെന്ന് ഒരു ഞെട്ടലുളവാക്കുന്ന രീതിയിൽ പ്രതികൾക്കോ അല്ലെങ്കിൽ ഈ അനധികൃത കുടിയേറ്റക്കാർക്കോ മുന്നറിയിപ്പ് നൽകുവാൻ അവരെ സഹായിക്കുന്ന പ്രാദേശിക നിയമ സംവിധാനത്തിന് ഒന്നും കഴിയാത്ത തരത്തിലുള്ളൊരു മിന്നൽ ദൗത്യം അത് ഒരു തവണയേ നടക്കുകയുള്ളൂ. അതിനുമപ്പുറത്തേക്ക് തുടരെ ഈ ദൗത്യങ്ങൾ നടക്കുമ്പോൾ അതിലെ ആ മിന്നൽ ഘടകം ഇല്ലാതാകും. ആ മിന്നൽ ഘടകം ഇല്ലാതാകുമ്പോൾ പിന്നെ അടുത്തത് വേണ്ടത് പ്രാദേശികമായ നിയമപാലക സംവിധാനത്തിൻ്റെ സഹായമാണ് ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷനുകൾ മുന്നോട്ട് പോകുവാൻ. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. രണ്ടാമത്തെ ഘടകം, ഒന്ന് ഇത് മന്ദിപ്പിച്ചതിൻ്റെ ഒരുപക്ഷെ രണ്ടാമത്തെ കാരണമായി വരാവുന്ന രണ്ടാമത്തെ ഘടകം. ഒന്ന് ആണെങ്കിൽ ഞാൻ പറഞ്ഞു, ആസൂത്രണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ വളരെ നല്ലത്. അല്ല എങ്കിൽ പ്രാദേശികമായ നിയമപാലന സംവിധാനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തുകയും, എന്തിനു വേണ്ടി ജാഗ്രത പുലർത്തുകയും, ഈ അതിഥി തൊഴിലാളികൾ എന്നുള്ള പേരിൽ ഇവിടെ വന്ന് താമസിക്കുന്ന ഈ അനധികൃത കുടിയേറ്റക്കാരെ ബംഗ്ലാദേശികളുടെ, നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ വളർന്നു വരുന്ന ഒരു ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന കാര്യത്തിലുള്ള ജാഗ്രത കൂടുതലാക്കുകയും വർദ്ധിപ്പിക്കുകയും അതേ തുടർന്ന് കേന്ദ്ര ഏജൻസികൾക്ക് മുന്നോട്ട് പോകുവാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നു. കാരണം ഈ പ്രാദേശിക നിയമപാലകർക്ക് ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷനുകളെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ അതിന് നിരവധി തടസ്സങ്ങൾ സൃഷ്ടിക്കുവാൻ അവർക്ക് സാധിക്കും. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ പ്രാദേശിക നിയമപാലക സംവിധാനത്തിന് എന്തുകൊണ്ടാണ് അത്തരത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിലൊരു താല്പര്യമുണ്ടാവുക എന്ന പ്രേക്ഷകർക്കൊരു ചോദ്യം, അത്തരത്തിലൊരു ചോദ്യം പ്രേക്ഷകരുടെ മനസ്സിൽ ഉയർന്നു വന്നേക്കാം. സ്വാഭാവികമാണ്. 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, അവർക്ക് ലഭിക്കുന്ന സാമ്പത്തികം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അത്തരത്തിലുള്ള ഗുണങ്ങൾ അവർക്കുണ്ടാകാം. സാമ്പത്തികമുണ്ടാകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള ഗുണങ്ങളാകാം. അതിനുമപ്പുറത്തേക്ക് രാഷ്ട്രീയ സമ്മർദ്ദം. രാഷ്ട്രീയ നേതാക്കളിൽ പലരും ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണ്. അവർക്ക് വ്യക്തമായി തന്നെ അറിയാം. കാരണം അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഒരു കരുനാഗപ്പള്ളിയിലുള്ള
പ്രദേശവാസികൾക്ക് മാത്രം അറിയാവുന്ന ഒരു മദ്രസയിൽ പഠനത്തിനായി ഒരു ബംഗ്ലാദേശി 19 വയസ്സുകാരൻ പയ്യൻ എത്തണമെങ്കിൽ എത്ര വ്യാപകമായിരിക്കണം അവരുടെ ഈ ഒരു ശൃംഖല, നെറ്റ്വർക്ക്. ആ നെറ്റ്വർക്ക്, അത്തരത്തിലൊരു ശൃംഖല സുഗമമായി വർഷങ്ങളോളം പ്രവർത്തിക്കണമെങ്കിൽ രാഷ്ട്രീയക്കാരുടെ സഹായമില്ലാതെ നടക്കില്ല. അതും ശക്തരായ രാഷ്ട്രീയക്കാരുടെ, വളരെയധികം സ്വാധീനവും ഒരു പ്രവർത്തന പരിചയവുമുള്ള രാഷ്ട്രീയക്കാരുടെ സഹായമില്ലാതെ നടക്കില്ല. ഈ വിഷയത്തിലേക്ക് ഒരു കാര്യം, ഇതുമായി നേരിട്ട് ബന്ധമില്ല എന്ന് തോന്നാമെങ്കിലും ഒരു കാര്യം ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹം വളരെ സജീവമായി, ക്രിയാത്മകമായി ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള പദ്ധതികളുമായി അതിവേഗം ബഹുദൂരം എന്നുള്ള ഉമ്മൻചാണ്ടിയുടെ ആദർശമാണോ അദ്ദേഹം പിന്തുടരുന്നതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സകല, പ്രത്യേകിച്ച് ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള പദ്ധതികളുടെ എല്ലാ ഘട്ടങ്ങളും, അതിൻ്റെ വിജയങ്ങൾ ഓരോ ദിവസവും പത്രക്കാരുടെ മുൻപിൽ അവതരിപ്പിക്കുവാൻ, മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ അദ്ദേഹം എപ്പോഴും സന്നദ്ധനാണ്. വളരെ ഉത്സാഹം കാണിക്കാറുണ്ടത് അദ്ദേഹം. തന്നെയുമല്ല, ക്രമസമാധാന പ്രശ്നങ്ങളിൽ പലതിലും അദ്ദേഹം ചോദിച്ചാലും ഇല്ലെങ്കിലും, മാധ്യമപ്രവർത്തകർ ചോദിച്ചാലും ഇല്ലെങ്കിലും അഭിപ്രായം പറയാറുണ്ട്. ഒരു ഉദാഹരണം, വട്ടിയൂർക്കാവ് വാഴോട്ടുകോണം കൗൺസിലർ സുഗതൻ്റെ അറസ്റ്റ്, കാപ്പ ചുമത്തിയ അറസ്റ്റ്, അതിനെക്കുറിച്ച് അദ്ദേഹം അഭിപ്രായം പറഞ്ഞത് സുഗതൻ കാപ്പ ചുമത്തിയ അകത്താക്കേണ്ട ആൾ തന്നെയാണ്, ഗുണ്ടയാണ് എന്നുള്ള രീതിയിലാണ് അഭിപ്രായം പറഞ്ഞത്. അങ്ങനെ ക്രിയാത്മകമായി സജീവമായി നിറഞ്ഞു നിൽക്കുന്ന, മാധ്യമങ്ങളോട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആഭ്യന്തര വകുപ്പിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംവദിക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ ഇതുവരെ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. ആലോചിച്ച് നോക്കൂ, സുഗതനെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങൾ എല്ലാം സത്യമാണെന്ന് നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ വാദം ഒരു നിമിഷത്തേക്ക് അംഗീകരിക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ സുഗതൻ ചെയ്തത് എന്താണ്? അമ്പലപ്പറമ്പിൽ ബഹളമുണ്ടാക്കിയ കുറച്ച് അന്തംകമ്മികളുടെ താടിയലിൻ്റെ ബോൾട്ട് ഇടിച്ചിളക്കി. ശരി, കുറ്റം തന്നെയാണ്, അക്രമമാണത്, പിടിച്ചകത്തിടൂ, അതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് വാദോരാതെ പ്രസംഗിക്കൂ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള ചില സാന്നിധ്യങ്ങൾ നമ്മുടെ സമൂഹത്തിനിടയിൽ നിന്ന് ഇത്തരത്തിൽ പിടികൂടപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും 2 വാക്കുരിയാടാൻ ആഭ്യന്തരമന്ത്രിക്ക് ഒരു ഉത്തരവാദിത്തമില്ലേ? ആഭ്യന്തരമന്ത്രി അങ്ങനെ 2 വാക്കുരിയാടിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പൊതുജനങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം എന്താണ്? ശരിയാണ്, ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ സമൂഹത്തിലുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് ബോധവാനാണ്, അതിനെ തുടർന്നുള്ള നടപടികൾ, ആ സാന്നിധ്യങ്ങൾക്ക് മേൽ എടുക്കപ്പെടുന്ന നടപടികളിലെല്ലാം ഞാൻ കൃത്യമായി നിരീക്ഷണം ചെലുത്തുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആശങ്കപ്പെടാതിരിക്കൂ, നമുക്ക് ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല, ആഭ്യന്തരമന്ത്രി ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു സന്ദേശം ഏറ്റക്കുറച്ചിലുകളോടെ കേൾക്കുന്ന പൊതുജനങ്ങൾക്കുണ്ടാകും. അത്തരത്തിൽ ഒരു വാക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നൊരു മന്ദിപ്പ്, പ്രാദേശികമായ നിസ്സഹകരണം, അതും ആസൂത്രിതമായൊരു നിസ്സഹകരണം കാരണമാണോ കേന്ദ്ര ഏജൻസികൾക്ക് അനുവർത്തിക്കേണ്ടി വരുന്നത് എന്ന സംശയം എന്നിലുണ്ടായത്. ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമാണ്. കാരണം ഏത് തലത്തിലാണ് ഇത് മുടങ്ങി നിൽക്കുന്നത്, ആ മുടങ്ങി നിൽക്കുന്നത് കൃത്യമായിട്ടുള്ള അടുത്ത ഘട്ടത്തിലേക്കുള്ള ചുവടുവെപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണോ? അങ്ങനെയുള്ള തയ്യാറെടുപ്പാണെങ്കിൽ നാം ഈ വിഷയം ഇവിടെ വിടേണ്ടതുണ്ട്. കാരണം കൂടുതൽ ആ തയ്യാറെടുപ്പുകളെക്കുറിച്ച് ചർച്ച ചെയ്ത് അതിൻ്റെ ഒരു എലമെൻ്റ് ഓഫ് സർപ്രൈസ് കളയുവാനുള്ള ഒരു ശ്രമം നാം നടത്തേണ്ടതില്ല. അങ്ങനെയല്ല, മറുവശത്ത് പ്രാദേശികമായിട്ടുള്ളൊരു നിസ്സഹകരണം ഈ ഒരു പദ്ധതിയെ, ഈ ഒരു ഓപ്പറേഷനെ പ്രതി ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം കയ്യിലെടുത്തതും പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചതും ഇത്രയും ഒരു കാര്യങ്ങൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചിന്തകളായി പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ, കാരണം ഈ ഒരു നമ്മുടെ ഇടയിലുള്ള, ഈ സമൂഹത്തിലുള്ള ഇത്തരം അനധികൃത സാന്നിധ്യങ്ങൾ ഒരു പ്രശ്നം തന്നെയാണ്, ഗുരുതരമായൊരു പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തെ സംബന്ധിച്ച് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ്, അതായത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ, സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ, ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ, ഇവയെല്ലാം എങ്ങനെയാകണമെന്നാണ് പ്രേക്ഷകരുടെ ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം. അത്തരത്തിലുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും
കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.